നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ നടക്കുന്ന ഏകദിന സീരീസിൻ്റെ രണ്ടാമത്തെ മത്സരം ഇന്നലെ ശ്രീലങ്ക വിജയിച്ചല്ലോ. ആദ്യ മത്സരം സമനിലയായിരുന്നു. ഇനി ഒരു കളിയാണ് ബാക്കിയുള്ളത്. ശ്രീലങ്കയ്ക്ക് ലീഡായി. ഇന്നലത്തെ കളിയിൽ ഇന്ത്യൻ ടീമിന് എവിടെയാണ് പിഴച്ചത്, ടീം സെലക്ഷനിൽ തന്നെ പിഴവ് പറ്റിയോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളും ചർച്ചകളും ഒക്കെ ഇപ്പോൾ വളരെ സജീവമാണ്. പിച്ച് റീഡ് ചെയ്യുന്നതിൽ അബദ്ധം പറ്റിയോ, ടീമിൻ്റെ തിങ്ക് ടാങ്കിന് കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നതിന് വീഴ്ച പറ്റിയോ, ഗംഭീർ അടക്കമുള്ള ടീമിൻ്റെ തിങ്ക് ടാങ്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് പിഴച്ചുവോ, ഇതൊക്കെയാണ് ഇപ്പോൾ വ്യാപകമായിട്ട് എക്സിലൊക്കെ ചർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ആ പിച്ചിൽ ശ്രീലങ്കക്കാർ 5 സ്പിന്നർമാരെ വെച്ചാണ് ബൗൾ ചെയ്തതെന്ന് കാര്യമുണ്ട്. ഇന്ത്യ ആവട്ടെ നമ്മുടെ രോഹിത്തിനെ കൊണ്ട് 2 ഓവർ എറിയിച്ചു. അതുകൂടാതെ പിന്നെ 3 സ്പിന്നർമാരാണ് നമുക്കുണ്ടായിരുന്നത്, അക്സറും വാഷിങ്ടണും കുൽദീപും. അതേസമയം നമ്മൾ 3 സീമേഴ്സിനെ ഉപയോഗിച്ചു, 2 മെയിൻ സീമേഴ്സും പിന്നെ ശിവൻ ഡ്യൂബയും. ഡ്യൂബയ്ക്ക് പകരം റിയാൻ പരാഗിനെ ആയിരുന്നില്ലേ ഇറക്കേണ്ടത് ആ പിച്ചിൻ്റെ സ്വഭാവം വെച്ച് എന്നുള്ള ചോദ്യം ഏതായാലും ഇപ്പോൾ മുഴച്ച് നിൽക്കുന്നുണ്ട്. അവിടെ ടാക്ടിക്കലി ഇന്ത്യക്ക് എറർ പറ്റി എന്ന് തന്നെയാണ് പൊതുവെ ക്രിക്കറ്റ് നിരീക്ഷകർ ഇപ്പോൾ വിലയിരുത്തുന്നത്. ഗംഭീറിൻ്റെ കാര്യത്തിൽ വളരെ രസകരമാണിപ്പോൾ. കാരണം അദ്ദേഹം കോച്ചായിട്ട് 5 മത്സരങ്ങളാണ് ടീം ഇന്ത്യ കളിച്ചത്. അതിൽ 2 മത്സരങ്ങൾ സമനിലയായി. നമുക്കറിയാമല്ലോ, T20 ആ മത്സരം പിന്നെ സൂപ്പർ ഓവറിലാണ് ഇന്ത്യ ജയിച്ചത്. പിന്നെ ഏകദിനത്തിലെ ആദ്യ മത്സരവും സമനില, അതിനുശേഷം തോറ്റു. അപ്പോൾ കളി ശരിക്കും ഇന്ത്യ 3 മത്സരങ്ങളാണ് വിജയിച്ചു. പിന്നെ അതിലൊന്ന് സൂപ്പർ ഓവറാണ്. അപ്പോൾ 2 മത്സരങ്ങൾ വിജയിച്ചു, 2 സമനില, 1 തോൽവി എന്നതാണ്. ഇതല്ല നമ്മൾ ഗംഭീറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഗംഭീരമായിട്ട് തുടങ്ങുമെന്ന് കരുതിയെങ്കിൽ അത്ര ഗംഭീരമല്ല കാര്യങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും. ഏകദിനത്തിൽ ഇന്ത്യ ഫുൾ സ്ട്രെങ്ത് ടീമാണ്. ബുംറ ഇല്ല എന്നതൊഴിച്ചാൽ ഫുൾ സ്ട്രെങ്ത് ടീമാണ്. ജഡേജ ഇല്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുന്നു. ജഡേജയെ പൂർണ്ണമായിട്ടും ഏകദിനത്തിൽ നിന്ന് ഒഴിവാക്കിയതല്ലെന്നും അദ്ദേഹത്തിന് റെസ്റ്റ് കൊടുത്തതാണെന്നും അജിത ഗാർക്കർ പറഞ്ഞിരുന്നു. പക്ഷേ ജഡേജയുടെ റോള് വാഷിങ്ടൺ സുന്ദർ മനോഹരമായിട്ട് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ഈ രണ്ടാം ഏകദിനത്തിലെ കാര്യങ്ങൾ വിശദമായിട്ടൊന്ന് എടുത്ത് നോക്കിയാൽ വാണ്ടർസയുടെ വണ്ടർ ബൗളിംഗ് തന്നെയാണ് ഇന്ത്യക്ക് പണിയായത്. പിന്നെ അസലങ്കയും കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. അവരുടെ സ്പിന്നർമാരാണ് ഇന്ത്യക്ക് നന്നായിട്ട് പണി തന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ അതിനെതിരെ ഒഴുക്കിനെതിരെ എന്നവണ്ണം കളിച്ചത് രോഹിത് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞ പോലെ അദ്ദേഹത്തിന് 65 റൺസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അദ്ദേഹം ബാറ്റ് ചെയ്ത രീതിയാണ്. അത് റിസ്ക് ബൗണ്ടഡ് ആണ്, ബട്ട് അങ്ങനെ അദ്ദേഹം കളിക്കുന്നു, അതാണ് അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻ, അതാണ് എന്ന് അദ്ദേഹം കളിക്ക് ശേഷം പറയുകയുണ്ടായി. അതുപോലെ എല്ലാവരും കളിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് ആത്മഹത്യാപരമാണ്, റിസ്ക് ബൗണ്ടഡ് ആണ് എന്നത് നായകൻ തന്നെ പറയുമ്പോൾ മിഡിൽ ഓർഡർ കാര്യങ്ങൾ കുറച്ചുകൂടി മികച്ച രൂപത്തിൽ കൈകാര്യം ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ബോൾ ടേൺ ചെയ്ത് തുടങ്ങിയാൽ ബുദ്ധിമുട്ടാവുമെന്ന് അറിഞ്ഞുകൊണ്ട് പവർ പ്ലേയിൽ മാക്സിമം സ്കോർ എടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ലക്ഷ്യമെന്ന് രോഹിത് പറയുന്നു. സംഗതി അങ്ങനെ തന്നെ പോയിരുന്നു. 97 റൺസിലാണ് ഇന്ത്യയുടെ ആദ്യ വിക്കറ്റ് വീഴുന്നത്. ബട്ട് പിന്നീട് ജെഫ്രി വാണ്ടർസെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കളിയിലേക്ക് വരാം. ശ്രീലങ്ക നിശ്ചിത 50 ഓവറുകളിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 240 റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ ഇന്ത്യ 208 റൺസിന് ഓൾ ഔട്ട് ആകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. രോഹിത്തിൻ്റെ 65 റൺസ് വന്നപ്പോൾ അക്സർ പട്ടേൽ എടുത്തത് 44 റൺസാണ്. അപ്പം ഈ 2 ബാറ്റർമാരൊഴികെ ബാക്കി ആർക്കും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ ഇന്ത്യ 32 റൺസിന് തോൽക്കുകയാണ് ചെയ്തത്. ശ്രീലങ്കയുടെ കാര്യത്തിൽ ഒരു ടോസ് കിട്ടി, ആദ്യം ബാറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഈ ഒരു പിച്ചിൻ്റെ ഒരു സ്വഭാവം, ബോള് ഗ്രിപ്പ് ചെയ്യുന്നു, ചില ഘട്ടങ്ങളിൽ നന്നായിട്ട് ടേൺ ചെയ്യുന്നു. അപ്പം അത്തരമൊരു സാഹചര്യത്തിൽ ബാറ്റ് ചെയ്യുക എന്നുള്ളത് ഒട്ടും എളുപ്പമായിരുന്നില്ല. ശ്രീലങ്ക 6 വിക്കറ്റ് 150 റൺസിന് വീണു പോകുന്ന ഒരു കാഴ്ച. അവർ കൊളാപ്സ്ഡ് ആവുന്നു, എങ്ങോട്ടും എത്തില്ല എന്ന് തോന്നിച്ച. പക്ഷെ ദുനിത് വെള്ളാലഗയുടെ ആ ഒരു ഇന്നിങ്സും അതുപോലെ തന്നെ പിന്നെ കമിൻഡു മെൻഡിസ് അദ്ദേഹം വളരെ ലോവർ ഓർഡറിൽ വന്ന് കളിച്ചതും ഒക്കെ ചേർന്നുകൊണ്ടാണ് അവരെ ആ ഒരു 240 എന്ന റൺസിലേക്ക് എത്തിച്ചത്. കണ്ടീഷൻ അനുസരിച്ച് ഇന്ത്യൻ ടീം ഇറങ്ങിയോ എന്നുള്ളൊരു ചോദ്യം അപ്പോഴും അവിടെ
ഉയർന്ന് നിൽക്കുന്നുണ്ട്. ഇനി തേർഡ് ആൻഡ് ഫൈനൽ ODIയിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മികച്ച ഒരു വിജയം പിടിച്ചെടുക്കേണ്ടതുണ്ട്. അതർവൈസ് ഈ പരമ്പര കൈവിട്ടു പോകുന്ന സ്ഥിതിവിശേഷമായിരിക്കും ഉണ്ടാവുക. നമ്മൾ ശ്രീലങ്കയുടെ ബാറ്റിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആദ്യ പന്തിൽ തന്നെ പതും നിസാങ്കയെ മടക്കി വിട്ടുകൊണ്ടാണ് ഇന്ത്യ തുടങ്ങുന്നത് എന്ന കാര്യം നോക്കുക. അപ്പം പതും നിസാങ്കയെ മടക്കി വിടുന്നു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കളിയിലൊക്കെ മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള താരമാണ് അദ്ദേഹം. അത് ശ്രീലങ്കയ്ക്കൊരു തിരിച്ചടിയാവും എന്ന് തന്നെയാണ് നമ്മൾ കരുതിയത്. ഒരു ഘട്ടത്തിൽ അവർ ആ രൂപത്തിലേക്ക് വീണുപോകുന്ന കാഴ്ചയും ഉണ്ടായിരുന്നു. തുടരെ അവരുടെ ബാറ്റർമാർ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം. അങ്ങനെ അവരുടെ 5 വിക്കറ്റ് 136 റൺസിന് വീണു, 6 വിക്കറ്റ് 136 റൺസിന് വീഴുന്നു. അങ്ങനെ വീണുപോയി അവർ 200 പോലും കടക്കുമോ എന്ന് സംശയിച്ചതാണ്. അവിടെ നിന്നാണ് പിന്നീട് അവരുടെ ടീമിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. വെള്ളലകയും കാമിന്ദു മെൻഡിസും ഒക്കെയാണ് അതിൽ പ്രധാനമായിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്തത്. നിസാങ്കയെ ഗോൾഡൻ ഡക്കാക്കിയിട്ട് വിടുന്നു മുഹമ്മദ് സിറാജ്. ദെൻ ആവിഷ്ക ഫെർണാണ്ടോ ഒരു ഭാഗത്ത് നിൽക്കുന്നു, കുഷാൽ മെൻഡിസ് നിൽക്കുന്നു. അങ്ങനെ പതിയെ അവർ മുന്നോട്ട് പോകാൻ ശ്രമിച്ചു. രണ്ടാമത്തെ വിക്കറ്റ് കൂട്ടുകെട്ട് അവർക്ക് 174 റൺസിൻ്റെ ഒരു സംഭാവന നൽകിയിട്ടുണ്ടായിരുന്നു. ആവിഷ്ക 40ഉം മെൻഡിസ് 30ഉം. അതിനുശേഷം വന്നവരാരും വലിയ കോൺട്രിബ്യൂഷൻ ഇല്ല. 14 സധീര സമരവിക്രമ, ചരിത് അസലങ്ക 25, ജനിത് ലിയാനകെ 12. ഇങ്ങനെ പോയി. അവിടെയാണ് വെള്ളലകയും കാമിന്ദു മെൻഡിസും ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയത്. വെള്ളലക 35 പന്തുകളിൽ നിന്ന് 39 റൺസ് അടിച്ചു. കാമിന്ദു മെൻഡിസ് 44 പന്തുകളിൽ നിന്ന് 40 റൺസ് അടിച്ചു. അഖില ധനഞ്ജയ 15 റൺസ് 13 പന്തുകളിൽ നിന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അവരുടെ ഇന്നിങ്സിൻ്റെ അവസാനത്തിൽ മികച്ച രൂപത്തിൽ അവർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഒരു കൊളാപ്സിൽ നിന്ന് ശ്രീലങ്കൻ ടീം റിക്കവർ ചെയ്തു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പം അവർ അതിൽ നിന്ന് റിക്കവറായി വരികയും ആ സ്കോർ എടുക്കുകയും ചെയ്യുമ്പോൾ ഇന്ത്യ തീർച്ചയായിട്ടും മിസ് ചെയ്തത് അടുത്തൊരു സ്പിന്നറെ തന്നെയായിരുന്നു. അവിടെ നമ്മൾ രോഹിതിനെ കൊണ്ട് 2 ഓവറൊക്കെ എറിയിച്ചെങ്കിലും ഒരു നാലാമതൊരു മുഴുവൻ സമയ സ്പിന്നർ കൂടി ടീം ഇന്ത്യക്ക് ആവശ്യമുണ്ടായിരുന്നത്. റിയാൻ പരാഗിനെ നമ്മൾ മിസ് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് ആ ഒരു ഘട്ടത്തിൽ പറയാവുന്നതാണ്. കാമിന്ദു മെൻഡിസിൻ്റെ ഒക്കെ പ്ലേയിങ് സ്റ്റൈൽ നമുക്കറിയാവുന്നതാണ്. അദ്ദേഹം അത് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തി കുൽദീപ് യാദവിനെതിരെ നല്ല രൂപത്തിൽ അദ്ദേഹം കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. കുൽദീപ് യാദവിൻ്റെ ബോളുകൾ റീഡ് ചെയ്യുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല, പക്ഷെ അത് അദ്ദേഹം വളരെ മനോഹരമായിട്ട് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയേണ്ടത് ധനഞ്ജയ മോശമില്ലാത്തൊരു കോൺട്രിബ്യൂഷൻ അവസാനം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. 22 പന്തുകളിൽ നിന്നും 31 റൺസ് ടീമിന് വേണ്ടി ആ ഒരു അവസാനത്തെ ഘട്ടത്തിൽ അവർ കോൺട്രിബ്യൂട്ട് ചെയ്തു. അവിടെ തന്നെയാണ് തീർച്ചയായിട്ടും ശ്രീലങ്ക കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുത്തത് എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇവിടെ നോക്കുക, ഇന്ത്യ ഇവിടെ സംഭവിച്ചത് രോഹിത് അടക്കം അദ്ദേഹം 2 ഓവർ ബൗൾ ചെയ്തു. ഇന്ത്യക്ക് വേണ്ടി സ്പിന്നർമാർ ബൗൾ ചെയ്തത് 31 ഓവറാണ്. 112 റൺസ് വിട്ടുകൊടുത്ത് 6 വിക്കറ്റ് എടുത്തു. ഇന്ത്യയുടെ 3 സീമേഴ്സ് ഉണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് ഡ്യൂബെ. അദ്ദേഹം 2 ഓവറാണ് ബൗൾ ചെയ്തത്. അപ്പം ഇന്ത്യയുടെ 3 സീമേഴ്സ് 19 ഓവറിൽ 111 റൺസ് വിട്ടുകൊടുത്തിട്ട് 1 വിക്കറ്റാണ് എടുത്തത്. അവിടെ തന്നെയാണ് അതിൻ്റെ വ്യത്യാസം. അവിടെ തന്നെയാണ് ഈ കളിയിൽ ഉണ്ടായിട്ടുള്ള ബിഗ് ഡിഫറൻസ് വന്നിരിക്കുന്നത്. ശ്രീലങ്കയാവട്ടെ അവർക്ക് 5 സ്പിന്നേഴ്സ് ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ 3 ആൻഡ് ബിറ്റിനപ്പുറത്തേക്ക് അവർക്ക് 5 സ്പിന്നേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ അവർ വിക്കറ്റുകൾ ആ സ്പിന്നേഴ്സ് തന്നെയാണ് എടുത്തത്. അവസാനത്തെ റണ്ണൗട്ടാണ്, അതൊഴികെ ബാക്കിയെല്ലാം സ്പിന്നേഴ്സ് തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. സോ ഈ റിസൾട്ടിൽ മാസീവ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുള്ളത് ആ ഒരു വ്യത്യാസമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അവിടെയാണ് ഗംഭീർ അടക്കമുള്ള ഇന്ത്യയുടെ തിങ്ക് ടാങ്കിന് പിഴച്ചുവോ എന്നുള്ള നമ്മുടെ ചോദ്യം പ്രസക്തമായിട്ട് ഉയർന്നു വരുന്നതും. ഇനി ഇന്ത്യയുടെ ബൗളിങ്ങിൽ നമ്മൾ എടുത്ത് പറയേണ്ടത് തീർച്ചയായിട്ടും വാഷിങ്ടൺ സുന്ദർ 10 ഓവറിൽ 30 റൺസ് വിട്ടുകൊടുത്തുകൊണ്ട് 3 വിക്കറ്റ്. അക്സർ പട്ടേൽ മനോഹരമായിട്ട് ബൗൾ ചെയ്തു, പക്ഷേ അദ്ദേഹത്തിന് 1 വിക്കറ്റാണ് ലഭിച്ചിട്ടുള്ളൂ. 9 ഓവറിൽ 38 റൺസിന് അദ്ദേഹത്തിന് 1 വിക്കറ്റ് ലഭിച്ചു. കുൽദീപ് 10 ഓവറിൽ 33 റൺസിന് 2 വിക്കറ്റും വീഴ്ത്തിയിട്ടുണ്ടായിരുന്നു. അതേസമയം നോക്കുക, അർഷ്ദീപ് 9 ഓവറിൽ 58 കൊടുത്തത്. 6.44 അദ്ദേഹത്തിൻ്റെ ഇക്കണോമി. അപ്പോൾ സ്പിന്നർ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തേണ്ടിയിടത്ത് ഇന്ത്യ 3 സീമർമാരെ ഉപയോഗിച്ചു എന്നുള്ളത് കളിയിൽ വലിയ മാറ്റമുണ്ടാക്കി.
പിന്നെ രോഹിത് കളിക്ക് ശേഷം പറഞ്ഞ പോലെ പിച്ചിൻ്റെ സ്വഭാവം കൃത്യമായിട്ട് ധാരണയുണ്ടായിരുന്നു, സ്പിന്നേഴ്സ് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ട് ഓപ്പണർമാർ പവർ പ്ലേ മാക്സിമം മുതലെടുക്കാൻ വേണ്ടി ശ്രമിച്ചു. അത് രോഹിത് തന്നെ മുന്നിൽ നിന്ന് കാര്യങ്ങൾ ചെയ്തു. അദ്ദേഹം 29 പന്തിൽ നിന്നാണ് അർദ്ധ സെഞ്ചുറി കുറിച്ചത് എന്ന കാര്യം കൂടെ നോക്കണം. എന്തായാലും അദ്ദേഹം 44 പന്തിൽ നിന്ന് 64 റൺസ് എടുത്ത് നിൽക്കവേ 14ാമത്തെ ഓവറാണ്. ഇന്ത്യയുടെ സ്കോർ അപ്പോഴേക്കും 97 നിൽക്കുന്നു. അപ്പോഴാണ് വാണ്ടർസയുടെ പന്തിൽ നിസാങ്കയുടെ കിഡ്ലൻ ക്യാച്ചിൽ അദ്ദേഹം പുറത്തു പോകുന്നത്. അവിടെ മുതൽ ഇന്ത്യയുടെ ബാറ്റിങ്ങിന് താളം തെറ്റുന്നു. തൊട്ടു പിന്നാലെ ശുഭ്മൻ ഗില്ല് മടങ്ങിപ്പോകുന്ന കാഴ്ച. 18ാമത്തെ ഓവറിലാണ് ശുഭ്മൻ ഗില്ല് പോകുന്നത്. അദ്ദേഹം 44 പന്തിൽ നിന്ന് 35 റൺസ്. പിന്നെ നോക്കുക, അദ്ദേഹത്തെയും മടക്കി വിട്ടത് വാണ്ടർസയാണ്. അതിനുശേഷം വിരാട് കോഹ്ലി, ശിവൻ ദ്യൂബെ ഇവരെല്ലാം പരാജയപ്പെടുകയാണ്. ശിവൻ ദ്യൂബെ ഡെക്കാവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ശിവൻ ദ്യൂബെ LBWയിൽ കുരുങ്ങുന്നു. അദ്ദേഹം ഡക്കായിട്ട് പോകുന്നു. വാണ്ടർസ് തന്നെ വിക്കറ്റ് എടുക്കുന്നു. വിരാട് കോഹ്ലി തൊട്ട് പിന്നാലെ LBWയിൽ കുരുങ്ങുന്നു. 19 പന്തിൽ നിന്ന് 14 റൺസാണ് വിരാട് എടുക്കുന്നത്. അപ്പോൾ LBW ട്രാപ്പിൽ ഇന്ത്യൻ താരങ്ങൾ വീഴുന്ന കാഴ്ച. ശ്രേയസ് അയ്യരും LBW ആണ്. 7 റൺസാണ് വാണ്ടർസെ അദ്ദേഹത്തെയും പറഞ്ഞു വിടുന്നു. KL രാഹുലിൻ്റെ കാര്യമാണ് ഏറ്റവും അത്ഭുതകരമായിട്ട്. രണ്ടാമത്തെ പന്തിൽ തന്നെ അദ്ദേഹം നേരിട്ട ആദ്യ പന്ത് തന്നെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയതാണ്. രണ്ടാമത്തെ പന്തിൽ തന്നെ അദ്ദേഹം ബൗൾഡ് ആവുന്ന ഒരു കാഴ്ച, ബോൾ റീഡ് ചെയ്യുന്നതിൽ അദ്ദേഹം പരാജയപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത്. അങ്ങനെ ഇന്ത്യയുടെ ഇന്നിങ്സ് 97-0 എന്നിടത്ത് നിന്ന് 123 എത്തുമ്പോഴേക്കും 4 വിക്കറ്റിലേക്ക് പോയി. 133 5 വിക്കറ്റിലേക്ക് പോയി. KL രാഹുൽ വീഴുമ്പോൾ 147 റൺസേ സ്കോർ കാർഡിൽ ഉണ്ടായിരുന്നുള്ളൂ. 147-6 കാര്യങ്ങൾ അവിടെ കൈവിടുന്നു. അക്സറാണ് അപ്പോൾ മനോഹരമായിട്ട് കളിച്ചുകൊണ്ടിരുന്നത്. അക്സറിനെ ഇന്ത്യക്ക് വിശ്വസിക്കാവുന്ന ഒരു ബാറ്ററായിട്ട് അദ്ദേഹം മാറിക്കഴിഞ്ഞു. അദ്ദേഹം 44 പന്തിൽ 44 റൺസ് എടുത്തു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അസലങ്ക ആ വിക്കറ്റ് എടുക്കുന്നു. നോക്കുക, ഇവിടെ അക്സറും വാഷിംഗ്ടൺ സുന്ദറും ചേർന്നുകൊണ്ട് ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ വാണ്ടർസെ അറ്റാക്കിൽ നിന്ന് മാറി നിന്നിരുന്നു. ശ്രീലങ്കയുടെ പേസേഴ്സ് അവിടെ, അതായത് അശ്ത ഫെർണാണ്ടോ ഒക്കെ വിട്ടുപറിയാൻ വേണ്ടി വരികയും ചെയ്തിരുന്നു. ബട്ട് പിന്നീട് അസലങ്ക കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അസലങ്ക മടക്കി വിടുന്നു നമ്മുടെ അക്സർ പട്ടേലിനെ. അക്സർ പട്ടേൽ എടുത്തത് 44 റൺസാണ്. അത് കോട്ടൺ ബോളായിരുന്നു. മനോഹരമായിട്ടുള്ളൊരു ക്യാച്ചായിരുന്നു അത്. കാരണം അവിടെ നോൺ സ്ട്രൈക്കറുടെ ഇടയിലൂടെ വന്ന പന്താണ്. ഒരു പാർഷ്യൽ അദ്ദേഹത്തിൻ്റെ വിസിബിലിറ്റിയൊക്കെ ആ ബോളിൽ മിസ്സായിട്ടുണ്ടാവും. പക്ഷേ എന്നിട്ടും അദ്ദേഹം അത് കിടലിനായിട്ട് ക്യാച്ച് ചെയ്ത് എടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പിന്നാലെ വാഷിംഗ്ടൺ സുന്ദറും പോകുന്നു. വാഷിംഗ്ടൺ സുന്ദറിനെയും LBWയിൽ കുരുക്കുകയാണ്. അസലങ്കയാണ് ആ വിക്കറ്റ് കൂടി എടുക്കുന്നത്. സോ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു. മുഹമ്മദ് സിറാജ് 4 റൺസ്. അദ്ദേഹവും LBW, അദ്ദേഹം നിലത്തിരുന്നു പോയി, അത് കണ്ടില്ലേ. എന്നിട്ടത് റിവ്യൂ ഒക്കെ കൊടുത്തു. പക്ഷേ അദ്ദേഹം LBWയിൽ കുരുക്കി 4 റൺസ് അദ്ദേഹം പോകുന്നു. അവസാനം ഹർഷ്ദീപും കുൽദീപും ഉള്ള ആ ഒരു കൺഫ്യൂഷൻ, ഹർഷ്ദീപ് റണ്ണൗട്ടായി കഴിഞ്ഞു. ഇന്ത്യ ഓൾ ഔട്ട് ആവുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ ഇവിടെ വാണ്ടർസയുടെ 6 വിക്കറ്റ്, 10 ഓവറിൽ 33 റൺസിന് 6 വിക്കറ്റ്. അസലങ്ക അദ്ദേഹത്തിൻ്റെ പാർട്ട് ടൈം ബൗളിംഗ് ആണ്. 6.2 ഓവറുകളിൽ 2 മെയ്ഡിനടക്കം അദ്ദേഹം ബൗൾ ചെയ്തുന്ന കാര്യം ശ്രദ്ധിക്കണം. 3 വിക്കറ്റ് അദ്ദേഹവും വീഴ്ത്തി. സോ എവിടെയാണ് ഇന്ത്യക്ക് വ്യത്യാസമുണ്ടായത്, കളി കൈവിട്ടു പോയതെന്ന് ചോദിച്ചാൽ പിച്ച് റീഡ് ചെയ്യുന്ന കാര്യത്തിലും ടീം കോമ്പിനേഷൻ്റെ കാര്യത്തിലും ഇന്ത്യക്ക് കൈവിട്ടുപോയി എന്നാണ് ഇപ്പോൾ പൊതുവെയുള്ള വിലയിരുത്തൽ. എന്തായാലും ശ്രീലങ്കയെ പോലുള്ളൊരു ടീമിനോട് തോൽക്കുക എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് സംഭവിക്കാത്ത ഒന്നാണ്. 2021 ശേഷം ആദ്യമായിട്ടാണ് ഇന്ത്യ ശ്രീലങ്കയോട് തോൽക്കുന്നത് എന്ന കാര്യം കൂടി ഓർക്കുക. ഗംഭീറിൻ്റെ തുടക്കം അത്ര ഗംഭീരമല്ല എന്നൊരു തോന്നൽ ഇപ്പോൾ ആരാധകർക്കുണ്ട്. എന്തായാലും വരുന്ന മത്സരങ്ങളിൽ ഇന്ത്യൻ ടീം ആത്മവിശ്വാസത്തോടു കൂടി പോരാടി കളി തിരികെ പിടിക്കുമെന്ന് എൻ്റെ പ്രതീക്ഷയും. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.